ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് സനു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു വെറൈറ്റി സ്നാക്കാണ്, ബീഫും പഴവും ചേർന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പഴം പൊളിയാണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ്. എരിവും മധുരവും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി പഴുത്ത 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ബീഫ് മസാല ആക്കാനൊന്ന് അതൊന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് പൊടിച്ചാൽ തന്നെ കുറേ ഉണ്ടാവുമേ. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിത് ഇത് വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചതക്കാനെടുക്കുന്ന കല്ല് വെച്ചിട്ട് ഞാനിതൊന്ന് പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുത്തിട്ട് ഒരു ഡോ ആക്കിയിട്ടെടുക്കാം. ഇത് കയ്യിലൊട്ടുന്നതിന് കുറച്ച് എണ്ണയും കൂടെ ആക്കിയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനാണ്. അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാള. അത് ഇതുപോലെ കുത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് പൊടിച്ച് വെച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബീഫ് മസാല കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നേരത്തെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ലാസ്റ്റ് ആയിട്ട് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തും കൂടെ ഒന്നിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന്ന് ഇതുപോലെയുള്ള കുറച്ച് മാവ് എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതുപോലൊന്ന് ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ബീഫിൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഉന്നക്കായ്ക്കൊക്കെ പരത്തിയെടുക്കുമല്ലേ, അതുപോലെയാണ് നമ്മളിത് എടുക്കേണ്ടത്. അതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കയ്യിലൊട്ടുന്നതിന് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പിലൊന്ന് ചെയ്തെടുത്താൽ മതി പതുക്കെ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ ആക്കി വെക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്കിത് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു സ്നാക്ക് തന്നെയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. മധുരവും എരിവും എല്ലാം കൂടെ കൂടുമ്പോഴുള്ള ഒരു വെറൈറ്റി സ്നാക്ക്. ഇപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനേ ഉള്ളൂ. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെയല്ല വേറെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. ഞാനല്ല ഇതേ ഷേപ്പിലാണ് ഇവിടെ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മുക്കി പൊരിക്കാൻ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് പഞ്ചസാര കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയ ഓരോന്നും എടുത്തിട്ട് നമുക്ക് എന്താക്കാം, മാവിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഗ്യാസിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചൂടായിട്ടുണ്ട് എണ്ണ. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം ഒന്നായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബായ്.